നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ വാക്ക് തെറ്റിച്ചു. പ്രവാസികളെ ഇത്തവണയും തഴഞ്ഞു. പ്രതിഷേധം ശക്തമാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ നടപ്പാക്കുമെന്ന് പറഞ്ഞ ഈ തപാൽ വോട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. പ്രവാസികൾക്കും സമ്മതിദാന അവകാശം എന്ന കാര്യം വീണ്ടും കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത നിലയിലായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ തൽക്കാലം പ്രവാസികൾക്ക് ഈ തപാൽ വോട്ടിനും സാഹചര്യം ഒരുങ്ങിയിട്ടില്ല എന്ന് അറിയിച്ചു. പല രാജ്യങ്ങളും തെരഞ്ഞെടുപ്പ് സംവിധാനം പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിച്ച കാലത്താണ് ഇന്ത്യ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി ഉഴപ്പുന്നത്. ഇപ്രാവശ്യവും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം സഫലമാകാത്ത പ്രതിഷേധം പ്രവാസികൾ പ്രതികരണങ്ങളായി അറിയിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രവാസികൾക്ക് വോട്ടവകാശം ലഭിക്കില്ല എന്നത് വേദനാജനകമാണ്. എന്നാൽ സമ്മതിദാനാവകാശം ലഭിക്കാനായി പ്രവാസികൾ സമരമാർഗം സ്വീകരിക്കുന്നത് ശരിയല്ല എന്നും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഇ.പി. ജോൺസൺ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ സാങ്കേതിക പരിമിതികളും മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യൂനതകൾ പരിഹരിച്ച് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ബാലറ്റിലൂടെ പ്രതികരിക്കണം. ലക്ഷക്കണക്കിന് പ്രവാസികളെ കേന്ദ്ര സർക്കാർ ബോധപൂർവം വഞ്ചിക്കുകയാണ് എന്നാണ് ഇൻകാസ് UAE കമ്മിറ്റി ജനറൽ സെക്രട്ടറി പുന്നക്കൻ മുഹമ്മദ് അലി പറഞ്ഞത്. പ്രവാസികൾക്ക് വോട്ടവകാശം ലഭിക്കാനായി കേന്ദ്രത്തിൽ യാതൊരു സമ്മർദ്ദവും കേരളം ചെലുത്തിയില്ല. പ്രവാസികൾ കേരളത്തിൽ വോട്ട് ചെയ്യാൻ കൂട്ടത്തോടെ എത്തിയാൽ ഇടതുപക്ഷത്തിന് ജനവിധി എതിരാവുമെന്ന് ബോധ്യമുള്ളതിനാലാണ് കേരളം ശ്രമിക്കാതിരുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രവാസി കുടുംബങ്ങൾ അതിനെതിരെ ബാലറ്റിലൂടെ പ്രതികരിക്കുമെന്നാണ് വിശ്വാസം. പ്രവാസി വോട്ടവകാശത്തിനായി കേരള സർക്കാരിന് മുന്നിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കോടതി എന്നിവ സമക്ഷവും നിരന്തരം നിവേദനങ്ങൾ നൽകിയിട്ടും അനുകൂല നടപടികൾ ലഭിക്കുന്നില്ല. നിവേദനങ്ങൾ പാഴ്വേലയാകുന്നുവെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് എന്നും ഇൻകാസ് ഷാർജ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം പറഞ്ഞു. ഇനിയും നിവേദനങ്ങൾ സമർപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. നിയമപരമായി പോരാടുക തന്നെ ചെയ്യും. ഗൾഫിലെ പ്രവാസികളെ കേന്ദ്രം തഴയുകയാണ് എന്നത് ദുഷ്പ്രചരണവും രാഷ്ട്രീയ അഭിപ്രായവും മാത്രമാണ് എന്നും BJP സഹയാത്രികയും ഇന്ത്യൻ പീപ്പിൾസ് ഫോറം പ്രതിനിധിയുമായ ശില്പ നായർ പറഞ്ഞു. ഈ തപാൽ വോട്ടിനെ കുറിച്ച് ആലോചിക്കാനായി കഴിഞ്ഞ ഡിസംബറിൽ കേന്ദ്രവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഗൾഫിലെ പ്രവാസി പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. അമേരിക്ക, കാനഡ, ന്യൂസിലാൻഡ്, ഫ്രാൻസ്, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലായിരിക്കും ആദ്യം പ്രവാസി വോട്ട് നടപ്പാക്കുക എന്ന് അറിയിച്ചിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യക്കാരെ തഴയുന്നുവെന്ന് അതിനർത്ഥമല്ല. കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് കബളിപ്പിക്കുകയാണ് എന്നാണ് OICC പ്രസിഡന്റ് ബിജു എബ്രഹാം കുറ്റപ്പെടുത്തിയത്. 2014 തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രവാസികൾക്ക് വോട്ടവകാശം അനുവദിക്കണമെന്ന് കേന്ദ്രം കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. എന്നാൽ നാളിതുവരെ നടപ്പായിട്ടില്ല. തികഞ്ഞ അനാസ്ഥയും അനീതിയുമാണ് ഇത്. പ്രവാസികൾക്ക് വോട്ടിനായി അടിയന്തര നിയമനിർമ്മാണമാണ് ആവശ്യം. അതിന് കേന്ദ്രം തയ്യാറാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രധാന മാനദണ്ഡം പൗരത്വമാണ്. എന്നാൽ പ്രവാസി ഇന്ത്യക്കാർക്ക് പൗരത്വമുണ്ട്, വോട്ടില്ല എന്നതാണ് പ്രശ്നം. യുവ കലാസാഹിതി UAE കമ്മിറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്. പല ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നുവെങ്കിലും ഈ തെരഞ്ഞെടുപ്പിലും പ്രവാസികൾക്ക് വോട്ടില്ല എന്നത് നിരാശാജനകം തന്നെയാണ്. പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരവും ആവശ്യങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യവും ലഭിക്കണമെങ്കിൽ വോട്ടവകാശമുള്ള സമൂഹമായി മാറിയേ പറ്റൂ. ഏറെ നാളായി ലഭ്യമാക്കുമെന്ന് പറയുന്ന വോട്ടവകാശത്തിന് വേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടി വരുന്നത് അവകാശ നിഷേധത്തിന് തുല്യമാണ് എന്ന് സമാജം ആക്ടിംഗ് പ്രസിഡന്റ് സലീം ചുരക്കൽ അഭിപ്രായപ്പെട്ടു. വോട്ടില്ലാത്തതിനാൽ പ്രവാസിയുടെ പ്രതിഷേധം ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.